മണ്ടത്തരവാ നീ കാണിച്ചത്. നിനക്ക് എന്നോട് പറയാമായിരുന്നില്ല. ശരിയാണ്, നിനക്ക് നിന്റെ അമ്മയോടും അച്ഛനോടും പറയാൻ പറ്റില്ല. പക്ഷെ അമ്മയുടെ സ്ഥാനത്ത് നിനക്ക് സുമംഗലമ്മയില്ലേ, ഗീതമ്മയില്ലേ? എന്തിനു ജീവിതം പോലും മറന്നു. ശ്രേയ, നിന്നെ സ്നേഹിച്ചവനല്ലേ നിഖില്, അവനോടെങ്കിലും പറയാമായിരുന്നു. നീ ഗർഭിണിയാണെന്നല്ലേ? അത് ഞാൻ അറിഞ്ഞു ശ്രേയ. നിന്റെ മുറിയിന്ന് നീ ടെസ്റ്റ് നടത്തി പോസിറ്റീവായ സ്ട്രിപ്പ് ദൈവമായിട്ട് എന്റെ കയ്യിലെത്തിച്ചു. അത് കൈ കിട്ടിയ നിമിഷം മുതൽ ഞാൻ നിന്റെ പുറകെ ഉണ്ട്. എനിക്കറിയാം, പക്വതയോടെ കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയാത്ത പ്രായമല്ലേ. ശ്രേയ, നിന്റെ മുന്നിൽ 2 ഓപ്ഷനുകളെ തെളിയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. ഒന്നെങ്കിൽ അബോർഷൻ, അല്ലെങ്കിൽ പിന്നെ നീ തെരഞ്ഞെടുക്കുന്നത് നിന്നെ തന്നെ സ്വയം അവസാനിപ്പിക്കാനായിരിക്കും. പക്ഷേ എല്ലാത്തിലും ദൈവത്തിനൊരു പങ്കുണ്ട് ശ്രേയ. നിങ്ങൾ കണ്ടെത്തിയ ഹോസ്പിറ്റൽ, അവിടേക്ക് എന്നെ എത്തിച്ചതും ദൈവമാണ്. ഞാൻ ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നപ്പോ നിന്നെയും മീനുവിനെയും കാണാനില്ല. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം നിങ്ങൾ 2 പേരും കയറിയ ആ തട്ടുകടയിൽ എന്നെ എത്തിച്ചതും അതേ ദൈവത്തിന്റെ ഇടപെടല. അവിടെ വെച്ചാ ഞാൻ അറിഞ്ഞത് നീ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തെപ്പറ്റി അറിഞ്ഞുവെന്നും നീ ഇങ്ങോട്ടേക്കാ വന്നെന്നും മനസ്സിലാക്കിയത്. മീനുവിനെ നീ ഒഴിവാക്കിയെന്നറിഞ്ഞപ്പോ ഞാൻ ഊഹിച്ചു നീ തെരഞ്ഞെടുത്തത് അപകടത്തിന്റെ വഴിയാണെന്ന്. ആശുപത്രിയിൽ വെച്ച് നിങ്ങളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. എനിക്ക് നീ എന്റെ അനിയത്തിയല്ലേ. നിനക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്നോട് പറയാം. ഞാൻ എന്നും നിന്റെ ചേച്ചി തന്നെയാ.